വിസ്മയ മോഹൻലാൽ ഒരുപക്ഷേ ഈ സമീപ സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ്ങിന് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് മിക്കവാറും വിസ്മയായിരിക്കും. കാരണം നമുക്കറിയാം, ഈ അടുത്തിടയ്ക്ക് അവരുടെ ഒത്തിരിയേറെ ഇൻ്റർവ്യൂസ് നമ്മൾ കാണിക്കേണ്ടായി. എല്ലാത്തിലും പ്രായത്തിനൊത്ത രീതിയിൽ പക്വതയില്ല എന്നും കുട്ടിക്കളി മാറിയിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ഒത്തിരിയേറെ നെഗറ്റീവ് കമൻറ്റ്സ് ആ വ്യക്തിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ കമൻറ്റുകളായിട്ട് വരികയുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു 1-2 അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു വയ്ക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പോൾ അതുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ. താല്പര്യമില്ലാത്തവർ കാണുകയേ വേണ്ട. എൻ്റെ ഒരു 1-2 അനുഭവങ്ങളിലൂടെ എന്തുകൊണ്ടാണ് വിസ്മയ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് മാത്രമേ ഉള്ളൂ. ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമ്മളാരും ഈ സമൂഹ മാധ്യമത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു വ്യക്തിയല്ല. പ്രത്യേകിച്ചും വിസ്മയ 35-36 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരാളാണ് വിസ്മയ. അപ്പോൾ വിസ്മയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ മറ്റൊരു ഫംഗ്ഷന് നമ്മൾ ഇതുപോലെ വിസ്മയെ കണ്ടിട്ടില്ല. ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും വാചാലമായി സംസാരിക്കുന്ന വ്യക്തിത്വമായിട്ട് നമ്മൾ വിസ്മയെ കണ്ടിട്ടില്ല. മോഹൻലാലിനോട് കൂടിയോ അല്ലെങ്കിൽ ഫാമിലിയോട് കൂടിയോ അത്ര ഓപ്പൺ ആയിട്ടുള്ള സെലിബ്രേഷൻസിനോ കാര്യങ്ങൾക്കൊന്നും പോയി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എത്ര പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നതും ഓഡിയൻസിന് അഭിമുഖീകരിക്കാനുള്ള ഒരു പേടി എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാനൊക്കെ ആദ്യമായിട്ട് പള്ളി പ്രസംഗം പറയാൻ കയറിയതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വിറയലോട് കൂടി മുഖത്ത് ഒരു പുഞ്ചിരിയില്ലാതെ, കാരണം ടെൻഷൻ കൊണ്ടാണ്. പക്ഷേ ഇവിടെ നേരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് വിസ്മയ അത് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. ആ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ പുഞ്ചിരി എന്ന് പറയുന്നത് കോൺഫിഡൻസിൻ്റെ മാത്രം ഒരു ലെവലല്ല. പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു വേദന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയം, ഒരു ഇൻസെക്യൂരിറ്റി ഒരു പക്ഷേ ഒളിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയായിട്ട് പുഞ്ചിരി വരാം. അതിൻ്റെ ഭാഗമായി വരുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ ശരീരം ഇങ്ങനെ ഒത്തിരിയേറെ ഇളക്കിയോ ഒത്തിരിയേറെ ആക്ഷൻസ് എടുത്തോ സംസാരിക്കില്ല. വളരെ കാമായിട്ടിരുന്ന് ആയിരിക്കാം അയാൾ സംസാരിക്കുക. പക്ഷേ വിസ്മയ എന്തുകൊണ്ട് ഒത്തിരിയേറെ ആക്ഷൻസ് എടുത്തു? കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു ഇൻസെക്യൂരിറ്റി. കാരണം ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവരുടെ അതിനുശേഷം ഇൻ്റർവ്യൂസ് കണ്ടാൽ മതി, ഒത്തിരിയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ തിരിച്ചറിയാതെ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. രണ്ടാമത്തേത്, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഈ 35-36 വയസ്സിൽ ഇത്രയും ഹാപ്പിനെസ്സോട് കൂടി ഒരു വ്യക്തി സംസാരിക്കണമെങ്കിൽ അയാളുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതായിരിക്കും അല്ലേ? ഒന്ന് ചിരിക്കണമെങ്കിൽ, പുഞ്ചിരിക്കണമെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും അത്രയേറെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ ടെൻഷൻസ് ഉണ്ട്, ഉത്കണ്ഠകളുണ്ട് അല്ലേ, എന്തൊക്കെയോ ഭയമുണ്ട്. പക്ഷെ അവിടെയാണ് വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ചിരിയോടുകൂടി, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മുഖഭാവത്തോടു കൂടി വിസ്മയ എല്ലാ ഇൻ്റർവ്യൂസിനും പങ്കെടുക്കുന്നത്. കാരണം അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഇന്നർ ഹാപ്പിനെസ് ആണ്. അത് ഒരിക്കലും ആർക്കും അതെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. മോഹൻലാലിനെ കണ്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എത്ര വലിയ കട്ടി ചോദ്യങ്ങൾ ചോദിച്ചാലും വളരെ പീസ് ഓഫ് മൈൻഡോട് കൂടിയാണ് അദ്ദേഹം മറുപടി നൽകാറ്. ദേഷ്യപ്പെടാനോ കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. ഒരു പക്ഷേ നീരസം പ്രകടമാക്കിയാൽ പോലും അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാറില്ല. കാരണം അയാളുടെ ഉള്ളിൽ അയാൾ കൊണ്ടു നടക്കുന്ന ഒരു ഇന്നർ ഹാപ്പിനെസ് അയാൾ അനുഭവിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഇപ്പോൾ വിസ്മയ ഈ mid-30s വിസ്മയ ഇത്രയും ഹാപ്പിയായി സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും പീസ്ഫുള്ളായി എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും എന്ന് വെച്ചാൽ ഇന്നർ ഹാപ്പിനെസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, എത്രത്തോളം വലുതായിരിക്കും നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇതുപോലെ ഇത്രയും ഹാപ്പിയായി ചിരിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട്? പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ടാവും, ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ല. എല്ലായ്പ്പോഴും ഇതുപോലെ ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്തോ ആരെപ്പേര് ലൂസായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഇരിക്കും ഞാൻ കണ്ടു. അതൊന്നുമല്ല. ആ വ്യക്തിയുടെ ഉള്ളിലെ സന്തോഷമാണ് അയാളുടെ മുഖത്ത് കാണുന്ന ഒരു പ്രകാശം. അതൊരിക്കലും ഫേക്ക് അല്ലല്ലോ, അതങ്ങനെയാണ്. അതൊരിക്കലും അയാളിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ലാലേട്ടൻ ഒരു പക്ഷേ ഒരിക്കൽ പോലും പ്രണവിനോടും വിസ്മയോടും വിവാഹത്തെക്കുറിച്ച് പോലും സംസാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. കാരണം അയാൾ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും വിസ്മയെയും പ്രണവിനെയും സംബന്ധിച്ചിടത്തോളം അവർ പോകുന്ന വഴി നമ്മളെല്ലാവരും കാണുന്നതാണ്. രണ്ടുപേരും കുറച്ചൊക്കെ ഇൻട്രോവേർട്ടാണ്, പ്രണവാണെങ്കിലും വിസ്മയാണെങ്കിലും. അപ്പോൾ അതിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള ഒരു തത്രപ്പാട്, അതാണ് വിസ്മയയുടെ ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ട ആക്ഷൻസും അതുപോലെ ആ ഒരു ഇമോഷൻസും സന്തോഷവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ആ വ്യക്തി അത് എൻജോയ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ വളരെ പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന വളരെ കുറച്ച് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുള്ളൂ. ഒന്നുമില്ലല്ലോ, ഉപകാരം ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കരുതെന്ന് പറഞ്ഞ പോലെ ലെറ്റ് ഹർ ലീവ് ഹെർ ഓൺ ലൈഫ്. എന്തായാലും വിസ്മയുടെ പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നമുക്ക് ആ സിനിമ കാണാം, നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടു, കണ്ടില്ല, പറഞ്ഞു കേട്ടു. എന്തായാലും ഭംഗിയായിട്ട് പോകട്ടെ.